പ്രതികാരം വേണ്ട. വീണ്ടും പറയട്ടെ, ജീവിതത്തിൽ തന്നെ തുലാസുകൾ സന്തുലിതമാക്കാനുള്ള ഒരു മാർഗമുണ്ട്. അതിനാൽ നിങ്ങൾക്ക് പ്രതികാരം ആവശ്യമില്ല. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയെ ഓർക്കുക. ഒരുപക്ഷേ അത് നിങ്ങളെ ഒറ്റിക്കൊടുത്ത ഒരു കാമുകനോ, നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സുഹൃത്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ പതനത്തിന് പദ്ധതിയിടുമ്പോൾ നിങ്ങളുടെ മുഖത്തു നോക്കി പുഞ്ചിരിച്ച ഒരു സഹപ്രവർത്തകനോ ആയിരിക്കാം. ആ സമയത്ത് അവർ വിജയിച്ചതായി തോന്നി. നിങ്ങൾ ചോരയൊലിച്ചു നിൽക്കുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് നടന്നു. എന്നാൽ സത്യമിതാണ്, നിങ്ങൾ എപ്പോഴും കാണാത്തത് പിന്നീട് സംഭവിക്കുന്നത് മാത്രമാണ്. ജീവിതത്തിന് അതിന്റെ കടമീടാക്കാൻ ഒരു മാർഗമുണ്ട്. ഇന്ന് നമ്മൾ നിങ്ങളെ തെറ്റ് ചെയ്തവരുടെ ജീവിതത്തിൽ കർമ്മം ഇതിനകം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നതിന്റെ 5 ശക്തമായ അടയാളങ്ങൾ കണ്ടെത്തും. മാന്ത്രികതയിലൂടെയോ അന്ധവിശ്വാസത്തിലൂടെയോ അല്ല, മറിച്ച് മനുഷ്യപ്രകൃതിയുടെ നിയമങ്ങളിലൂടെയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റോയിക്സുകൾക്കറിയാമായിരുന്ന ജ്ഞാനത്തിലൂടെയും. കാരണം നിങ്ങൾ ഈ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിശ്വാസവഞ്ചന അല്ലെങ്കിൽ അനീതി എന്നിവ അതേ രീതിയിൽ കാണില്ല. അവസാനം വരെ നിങ്ങൾ കണ്ടാൽ പ്രതികാരത്തെക്കുറിച്ചുള്ള ആത്യന്തിക സ്റ്റോയിക് സത്യം ഞാൻ വെളിപ്പെടുത്തും. നിങ്ങളുടെ ശക്തി അവർക്കെന്ത് സംഭവിക്കുന്നു എന്നതിലല്ല, മറിച്ച് നിങ്ങൾ അതിനെ എങ്ങനെ മറികടക്കുന്നു എന്നതിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കാരംഭിക്കാം. നമ്പർ 1. അവരുടെ അസ്വസ്ഥമായ മനസ്സ് അവരുടെ തടവറയായി മാറുന്നു. പ്രവൃത്തിയിലെ കർമ്മത്തിന്റെ ആദ്യത്തേതും ഏറ്റവും ആഴമേറിയതുമായ അടയാളം നിങ്ങൾക്ക് പുറമേ കാണാൻ കഴിയുന്ന ഒന്നല്ല, അത് അവരുടെ സ്വന്തം മനസ്സിൽ സംഭവിക്കുന്നതാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ആളുകൾ എപ്പോഴും അസ്വസ്ഥരായി കാണപ്പെടുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്കൊരിക്കലും നിശ്ചലമായി ഇരിക്കാൻ കഴിയില്ല. അവർ ശ്രദ്ധാശൈഥില്യത്തിൽ നിന്ന് ശ്രദ്ധാശൈഥില്യത്തിലേക്ക്, ഒരു പാർട്ടിയിൽ നിന്ന് അടുത്ത പാർട്ടിയിലേക്ക്, ഒരു ബന്ധത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്നു. ഉള്ളിലെ ശബ്ദത്തെ നിശബ്ദമാക്കാൻ കഴിയുന്ന എന്തിനേയും പിന്തുടരുന്നു. എന്നാൽ അവർ എവിടെ പോയാലും അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മാർക്കസ് ഔറേലിയസ് ഒരിക്കൽ എഴുതി, ആത്മാവ് അതിന്റെ ചിന്തകളുടെ നിറത്താൽ നിറം പിടിപ്പിക്കപ്പെടുന്നു. ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കുമ്പോൾ, അവർ കള്ളം പറയുമ്പോൾ, വഞ്ചിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കുമ്പോൾ അവർ സ്വന്തം ആത്മാവിനെ കളങ്കപ്പെടുത്തുന്നു. ആദ്യം ഒന്നും തെറ്റല്ലെന്ന് തോന്നിയേക്കാം. അവർ ചിരിക്കുന്നു, അവർ പുഞ്ചിരിക്കുന്ന ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു, അവർ സന്തോഷവതിയായി കാണപ്പെടുന്നു. എന്നാൽ ഉള്ളിൽ ആഴത്തിൽ അവരുടെ മനസ്സ് ഇനി സുരക്ഷിതമായ സ്ഥലമല്ല, അതൊരു ജയിലായി മാറുന്നു. രാത്രിയിൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ചിന്തകളുമായി അവർ ഉണരുന്നു. അവർ അവരുടെ തലയിൽ വഞ്ചന വീണ്ടും ആവർത്തിക്കുന്നു. അവർ ഒരിക്കലും സമ്മതിച്ചില്ലെങ്കിൽ പോലും കുറ്റബോധത്തിന്റെ ഭാരം അവർ അനുഭവിക്കുന്നു. കുറ്റബോധം സമാധാനത്തെ വിഷലിപ്തമാക്കുന്ന ഒരു മാർഗമാണ്. അതില്ലായ്പ്പോഴും നാടകീയമല്ല, ചിലപ്പോൾ അത് സൂക്ഷ്മമാണ്. അസ്വസ്ഥതയുടെ നിരന്തരമായ ചൊറിച്ചിൽ, ആരെങ്കിലും നിങ്ങളോട് ചെയ്തതുപോലെ അവർ അവരോട് ചെയ്യുമെന്ന ഒരു ഭ്രാന്ത്. മറ്റുള്ളവർ ഏറ്റവും വലിയ ശിക്ഷ നൽകുന്നില്ലെന്ന് സ്റ്റോയിക്കുകൾ പഠിപ്പിച്ചത് നിങ്ങൾ കാണുന്നു. കുറ്റബോധമുള്ള മനസാക്ഷി അചഞ്ചലമായതിനാൽ അത് സ്വയം വരുത്തിവെക്കുന്നതാണ്. നിങ്ങൾക്ക് ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, നിങ്ങൾക്ക് സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, പക്ഷേ നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നവർ ഇതിനകം ഏറ്റവും ക്രൂരമായി ശിക്ഷിക്കപ്പെടുന്നത്. അവരുടെ അസ്വസ്ഥമായ മനസ്സ് ഒരിക്കലും അവരെ ശ്വസിക്കാൻ അനുവദിക്കുന്നില്ല. ഇതാ കിക്കർ. അത് യാഥാർത്ഥ്യമാകാൻ നിങ്ങളത് കാണേണ്ടതില്ല. പ്രകൃതി ഒരിക്കലും അഴിമതിയെ സമാധാനത്തോടെ ഉറങ്ങാൻ അനുവദിക്കാത്തതിനാൽ നിങ്ങൾക്ക് തെളിവാവശ്യമില്ല. പക്ഷേ അത് കർമ്മയുടെ ആദ്യഘട്ടം മാത്രമാണ്. അസ്വസ്ഥത ഒരു തുടക്കം മാത്രമാണ്. കാരണം മനസ്സ് തകർന്നുകഴിഞ്ഞാൽ അവർ ഒരിക്കൽ പ്രകടിപ്പിച്ച സമാധാനം തകരാൻ തുടങ്ങും. നമ്പർ 2. അവർക്ക് പതുക്കെ സമാധാനം നഷ്ടപ്പെടും. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. എല്ലാ മനുഷ്യരും ദിവസാവസാനം ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്താണ്? പണമല്ല, പ്രശസ്തിയല്ല, ശ്രദ്ധയല്ല, അത് സമാധാനമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുക. രാത്രിയിൽ നിങ്ങൾക്കുറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ലോകത്തിലെ എല്ലാ പണവും എന്താണ്? ഉത്കണ്ഠയിൽ നിന്ന് നിങ്ങളുടെ വയറ് കുരുങ്ങിയാൽ വിജയത്തിന്റെ പ്രയോജനമെന്താണ്? നിങ്ങളെ വേദനിപ്പിക്കുന്നവരുമായി കർമ്മം ഇടപെടുന്നതിന്റെ രണ്ടാമത്തെ ലക്ഷണമാണിത്. സമാധാനം അവരുടെ കൈകളിൽ നിന്ന് വഴുതി വീഴാൻ തുടങ്ങുന്നു. അത് പതുക്കെ ആരംഭിക്കുന്നു. ജീവിതം ആസ്വദിക്കാനുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെടുന്നു. അവർ പരസ്യമായി പുഞ്ചിരിച്ചേക്കാം, പക്ഷേ അവർ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ശൂന്യത അവരുടെ മേൽ അമർത്തുന്നതായി അവർക്കനുഭവപ്പെടുന്നു. അവർ അമിതമായി ചിന്തിക്കാൻ തുടങ്ങുന്നു. അതിനെ മരവിപ്പിക്കാൻ അവർ മോശം ശീലങ്ങൾ സ്വീകരിക്കുന്നു. മദ്യം, മയക്കുമരുന്നുകൾ, വിഷശല്യപ്പെടുത്തലുകൾ. പക്ഷേ അവ ശൂന്യതയെ കൂടുതൽ ഉച്ചത്തിലാക്കുന്നു.
സെനിക്ക പറഞ്ഞത് ഒരു കുറ്റവാളിയുടെ ശിക്ഷ തന്നോടൊപ്പം ജീവിക്കുക എന്നതാണ്. സത്യം, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ആത്മാവിൽ ഒരു മുറിവ് സൃഷ്ടിക്കുന്നു. അവർ പശ്ചാത്തപിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ ആ മുറിവ് വീണ്ടും വഷളാകുന്നു. അത് ഉത്കണ്ഠ, അസ്വസ്ഥത, ക്ഷോഭം എന്നിവയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അവർ കോപിഷ്ഠരും നിരാശരുമായിത്തീരുന്നു. എപ്പോഴും എന്തെങ്കിലും തിരയുന്നു, പക്ഷേ അതൊരിക്കലും കണ്ടെത്തുന്നില്ല. ക്രൂരമായ വിരോധാഭാസമിതാണ്. അവർ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അവർ നിങ്ങളെ തകർക്കുകയാണെന്ന് കരുതി. എന്നാൽ അവർ തകർത്തത് എന്നേക്കും യഥാർത്ഥത്തിൽ സമാധാനത്തിലായിരിക്കാനുള്ള അവരുടെ സ്വന്തം കഴിവാണ്. അവരെന്നേക്കും താരതമ്യം ചെയ്യും, എന്നേക്കും പിന്തുടരും, എന്നേക്കും ഓടും. പുറമേക്ക് അവർ ശക്തരായി കാണപ്പെട്ടാലും ഉള്ളിൽ അവർ തകരുകയാണ്. എന്നാൽ അവർക്ക് നഷ്ടപ്പെടുന്നത് സമാധാനം മാത്രമല്ല, കാരണം അവർ ഒരിക്കൽ ആശ്രയിച്ചിരുന്ന ബന്ധങ്ങളെ തന്നെ ഇല്ലാതാക്കാൻ പ്രപഞ്ചത്തിനൊരു മാർഗമുണ്ട്. മൂന്നാമത്തെ അടയാളം, മറ്റുള്ളവരിൽ നിന്നുള്ള ഒറ്റപ്പെടൽ. കർമ്മം വികസിക്കുന്നതിന്റെ മൂന്നാമത്തെ അടയാളമാണിത്. ജീവിതം അവരെ ഒറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. നിങ്ങൾ കാണുന്നു, ആരെങ്കിലും മറ്റുള്ളവരെ ഒറ്റിക്കൊടുക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് നിങ്ങളെ വേദനിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് മറ്റുള്ളവരെല്ലാം അവരെ എങ്ങനെ കാണുന്നു എന്നതിനെ മാറ്റുന്നു. പതുക്കെ എന്നാൽ തീർച്ചയായും ആളുകൾ അകലം പാലിക്കാൻ തുടങ്ങുന്നു. സുഹൃത്തുക്കൾ അവരെ വിശ്വസിക്കുന്നത് നിർത്തുന്നു. പ്രണയികൾ അടുക്കാൻ മടിക്കുന്നു. കുടുംബം പോലും നുണകളിൽ മടുത്തു. ആദ്യം അവർക്ക് ചുറ്റും ഇപ്പോഴും ഒരു ജനക്കൂട്ടമുണ്ടായിരിക്കാം, പക്ഷേ കാലക്രമേണ ഊർജം മാറുന്നു. ആളുകൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതാ സത്യം, വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ കഴിയും, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഊർജം എന്നേക്കുമായി മറയ്ക്കാൻ കഴിയില്ല. ഒടുവിൽ അവർ നിങ്ങളെ ഒറ്റിക്കൊടുത്ത അതേ രീതിയിൽ അവർ മറ്റുള്ളവരെ ഒറ്റിക്കൊടുക്കുന്നു. അവർ നിങ്ങളോട് കള്ളം പറഞ്ഞ അതേ രീതിയിൽ അവർ മറ്റുള്ളവരോട് കള്ളം പറയുന്നു. ജീവിതം അവർ പകർന്ന അതേ വിഷം അവരെ രുചിപ്പിക്കാൻ തുടങ്ങുന്നു. സ്റ്റോയിക്സ് ഇത് ആഴത്തിൽ മനസ്സിലാക്കി. എപ്പിക്റ്റിറ്റസ് പറഞ്ഞു, ആരെങ്കിലും യഥാർത്ഥത്തിൽ ആരാണെന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരോടെങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിക്കുക. ആളുകൾ നിരീക്ഷിക്കുന്നു, അവർ ശ്രദ്ധിക്കുന്നു, അവർ ഓർക്കുന്നു. താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് അവരൊരിക്കൽ ആസ്വദിച്ചിരുന്ന ആൾക്കൂട്ടം നേർത്തുവരുന്നു. ഫോൺ കോളുകൾ നിലയ്ക്കുന്നു, വ്യാജ സൗഹൃദങ്ങൾ തകരുന്നു. അവരൊരിക്കൽ വളർന്ന ശ്രദ്ധ അപ്രത്യക്ഷമാകുന്നു. പെട്ടെന്ന് അവർ ഒറ്റപ്പെടുന്നു. ഇതാണ് ഏറ്റവും അസംസ്കൃതമായ കർമ്മം. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നയാൾ ഒടുവിൽ സ്വയം ഒഴികെ മറ്റാരെയും ദ്രോഹിക്കാൻ ശേഷിക്കാത്തതിനാൽ ഒറ്റപ്പെടൽ. പക്ഷേ അതവിടെ അവസാനിക്കുന്നില്ല. കാരണം ജീവിതത്തിലെ ശിക്ഷ ആളുകളെ നഷ്ടപ്പെടുന്നതിൽ മാത്രമല്ല, അവർ കെട്ടിപ്പടുത്ത സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്നതിലാണ്. നാലാമത്തെ അടയാളം, അവരുടെ സ്വന്തം അഭിലാഷങ്ങൾ തകരുന്നു. കർമ്മം പ്രകടമാകുന്ന നാലാമത്തെ അടയാളമാണിത്. അവരുടെ അഭിലാഷങ്ങൾ തകരുന്നു. നിങ്ങൾ കാണുന്നു, ആരെങ്കിലും നുണകൾ, വഞ്ചന അല്ലെങ്കിൽ കൃത്രിമത്വം എന്നിവയിൽ വിജയം കെട്ടിപ്പടുക്കുമ്പോൾ അത് വേഗത്തിൽ ഉയർന്നു വന്നേക്കാം, പക്ഷേ അത് നിലനിൽക്കില്ല. എന്തുകൊണ്ട്? കാരണം സത്യസന്ധതയില്ലാതെ വിജയം മണലിലൊരു കൊട്ടാരം പണിയുന്നതുപോലെയാണ്. വേലിയേട്ടം എപ്പോഴും വന്ന് അവസാനിക്കുന്നതുവരെ അത് ശക്തമായി കാണപ്പെടുന്നു. ഭാഗ്യം ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലല്ലെന്ന് സ്റ്റോയിക്കുകൾ വിശ്വസിക്കുന്നു. സമ്പത്തും അധികാരവും പദവിയും താൽക്കാലികമാണെന്ന് മാർക്കസ് ഔറേലിയസ് എല്ലാ ദിവസവും സ്വയം ഓർമ്മിപ്പിച്ചു. അവ തിരമാലകൾ പോലെ വന്നുപോകുന്നു. അപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കാൻ തന്റെ ശക്തി ഉപയോഗിച്ച വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു? അവർക്കത് നഷ്ടപ്പെടുന്നു. അവരുടെ കരിയർ തകരാൻ തുടങ്ങുന്നു. അവരുടെ ബന്ധങ്ങൾ തകരുന്നു. അവസരങ്ങൾ അവരുടെ വിരലുകളിലൂടെ വഴുതി വീഴുന്നു. അവർ തൊടുന്ന ഓരോ പദ്ധതിയും തകരുന്നു. കാരണം ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവരിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഒരു മാർഗമുണ്ട്. ഇതാണ് കാര്യം. അതെല്ലായ്പ്പോഴും ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നില്ല. ചിലപ്പോൾ വർഷങ്ങളെടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അത് ക്രൂരമാണ്. കാരണം നിങ്ങൾ ഒരിക്കൽ ആശ്രയിച്ചിരുന്നതെല്ലാം തകരുന്നത് കാണുന്നതിനേക്കാൾ വിനാശകരമായ മറ്റൊന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പ്രതികാരം ചെയ്യേണ്ടതില്ലാത്തത്. കാരണം ജീവിതം നൽകുന്ന ശിക്ഷ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെ ഭാരമുള്ളതാണ്. ഇതാണ് അവരുടെ ആദ്യ വിധി. അവർ സ്വയം നേരിടാൻ നിർബന്ധിതരാകുന്നു. കർമ്മത്തെക്കുറിച്ചുള്ള ആത്യന്തിക സത്യമിതാ: ആളുകളെയോ പണത്തെയോ വിജയത്തെയോ നഷ്ടപ്പെടുന്നതല്ല ഏറ്റവും ആഴത്തിലുള്ള ശിക്ഷ. അത് സ്വയം നേരിടാൻ നിർബന്ധിതനാകുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുക. ശബ്ദം ശമിക്കുമ്പോൾ, ആൾക്കൂട്ടം അപ്രത്യക്ഷമാകുമ്പോൾ, ശ്രദ്ധ തിരികലുകൾ ഇല്ലാതാകുമ്പോൾ എന്താണ് അവശേഷിക്കുന്നത്? നിശബ്ദത. ആ നിശബ്ദതയിൽ അവർക്കൊരിക്കലും ഓടിപ്പോകാൻ കഴിയാത്തൊരു വ്യക്തിയെ സ്വയം കണ്ടുമുട്ടുന്നു. ഇതാണ് ഏറ്റവും വലിയ കർമ്മം. കാരണം നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ, നിങ്ങൾ കള്ളം പറയുമ്പോൾ,
വഞ്ചിക്കുമ്പോൾ അല്ലെങ്കിൽ കൃത്രിമം കാണിക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കുന്നത് അസഹനീയമായി തീരുന്നു. മനസ്സ് ഓരോ പ്രവൃത്തിയെയും, ഓരോ വാക്കും, ഓരോ തിരഞ്ഞെടുപ്പും വീണ്ടും ആവർത്തിക്കുന്നു. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. സെനെക്ക കൃത്യമായി പറഞ്ഞു, കുറ്റബോധമുള്ള ഒരു മനസാക്ഷി ഒരിക്കലും സുരക്ഷിതത്വം തോന്നുന്നില്ല. അവർ അതിനെ മരവിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. അവർ അതിനെ ലഹരി വസ്തുക്കളാൽ ശ്രദ്ധ തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ശൂന്യമായ ആനന്ദങ്ങൾ കൊണ്ട് മുക്കിയേക്കാം. എന്നാൽ ജീവിതം മന്ദഗതിയിലാകുന്ന നിമിഷം എല്ലാം തിരികെ വരുന്നു. അതുകൊണ്ടാണ് ചില ആളുകൾ ഒരിക്കലും ചലനം നിർത്താത്തത്. അവർ നിശ്ചലതയെ ഭയപ്പെടുന്നു. കാരണം നിശ്ചലത അവരെ സത്യത്തെ നേരിടാൻ പ്രേരിപ്പിക്കുന്നു. ഇതാണ് അതിന്റെ ഭംഗി. അവർ സ്വന്തം മനസ്സിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് വളരാൻ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ഭൂതകാലം അവരെ വേട്ടയാടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാവി കെട്ടിപ്പടുക്കുകയാണ്. അവർ ഖേദത്തിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ ശക്തിയിൽ നീങ്ങുകയാണ്. അതാണ് ആത്യന്തിക വ്യത്യാസം. ഇനി നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുവരാം. നിങ്ങളെ വേദനിപ്പിക്കുന്നവരിൽ കർമ്മം പ്രവർത്തിക്കുന്നു എന്നതിന്റെ 5 ലക്ഷണങ്ങളാണിവ. അവരുടെ അസ്വസ്ഥമായ മനസ്സ് അവരുടെ തടവറയായി മാറുന്നു. അവർക്ക് പതുക്കെ സമാധാനം നഷ്ടപ്പെടുന്നു. ജീവിതം അവരെ ഒറ്റപ്പെടുത്തുന്നു. അവരുടെ അഭിലാഷങ്ങൾ തകരുന്നു. ഒടുവിൽ അവർ സ്വയം നേരിടാൻ നിർബന്ധിതരാകുന്നു. അതുകൊണ്ടാണ് പ്രതികാരത്തിനായി നിങ്ങളുടെ ഊർജം പാഴാക്കേണ്ടതില്ല. നിങ്ങൾ ഗൂഢാലോചന നടത്തുകയോ പ്രതികാരം ചെയ്യുകയോ ചെയ്യേണ്ടതില്ല. കാരണം ജീവിതം നൽകുന്ന ശിക്ഷ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെ ഭാരമുള്ളതാണ്. ഇതാണ് സ്റ്റോയിക് സത്യം. നീതി നടപ്പാക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയല്ല നിങ്ങളുടെ ജോലി. നിങ്ങളുടെ ആത്മാവിനെ കയ്പ് സ്പർശിക്കാതെ നിലനിർത്തുക എന്നതാണ് നിങ്ങളുടെ ജോലി. മാർക്കസ് ഔരേലിയസ് പറഞ്ഞതുപോലെ, നിങ്ങളുടെ ശത്രുവിൽ നിന്ന് വ്യത്യസ്തനാകുക എന്നതാണ് ഏറ്റവും നല്ല പ്രതികാരം. അതിനാൽ അവരിൽ ശ്രദ്ധിക്കരുത്. അവർ കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിരന്തരം പരിശോധിക്കരുത്. അവരുടെ ഓർമ്മ നിങ്ങളുടെ പുരോഗതിയെ വിഷലിപ്പിക്കാൻ അനുവദിക്കരുത്. പകരം നിങ്ങളിൽ ശ്രദ്ധിക്കുക. കാരണം അവർ സ്വന്തം പ്രവൃത്തികളുടെ വലയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് മുൻപെപ്പോഴുമേക്കാളും ഉയരാൻ അവസരമുണ്ട്. നിങ്ങൾ ഉയരുമ്പോൾ, നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ സമാധാനവും ശക്തിയും സ്വാതന്ത്ര്യവും കെട്ടിപ്പടുക്കുമ്പോൾ, അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വിജയിക്കുക. അതിനാൽ കർമ്മം അതിന്റെ പ്രവൃത്തി ചെയ്യട്ടെ. നിങ്ങളുടെ ഒരേയൊരു ദൗത്യം ഉയരുക എന്നതാണ്. താഴെ ഒരു അഭിപ്രായമിടുക. ഈ 5 അടയാളങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടതേതാണെന്ന് എന്നോട് പറയുക. ഓർമ്മിക്കുക, ജീവിതം എല്ലായ്പ്പോഴും തുലാസുകളെ സന്തുലിതമാക്കുന്നു. പ്രക്രിയയിൽ വിശ്വസിക്കുക.